ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നസ് ക്രിയേഷൻസ്. നമ്മൾ പീറ്റർ പാൻ കോളർ വെച്ചിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. തുണി നമ്മൾ 4 ആക്കി മടക്കിയെടുത്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് നമുക്ക് 2 മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്ത് 3 മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ ഷോൾഡർ വിഡ്ത്ത് 4.5 എടുക്കുന്നുണ്ട്, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ലെങ്ത്ത് 5 എടുക്കുന്നത്, അത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് സൈസ് 5.5 കേട്ടോ, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ആം ഹോൾ ഷേപ്പ് നമുക്കൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ലെങ്ത്ത് എടുക്കുന്നത് 12 കേട്ടോ. ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് അത് 12 മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് സൈസ് 5.5 എടുത്തിട്ടുണ്ട്, അതും തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് നമുക്കതും കൂടി ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പീസ് തുണി 2 ആക്കി മടക്കി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത തുണി അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് അതേപോലെ തന്നെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തത് കൂടെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ ഷേപ്പ് ചെയ്തൊന്ന് നമുക്ക് വരച്ചെടുക്കാം. ഇനി അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീസ് തുണി നമുക്ക് വേണം, അപ്പോൾ 1 പീസും കൂടി നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസിലെ ലൈനിങ് തുണിയിൽ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ തുണി നല്ല വശം തമ്മിലിങ്ങനെ ചേർത്ത് വെക്കാം. ഇനി അതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അത് നമുക്കൊന്ന് തിരിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടി വേണമെങ്കിൽ ഒന്ന് പതിച്ചടിക്കാം കേട്ടോ. ഇനി ഫ്രണ്ട് പീസിൽ തുണി എടുത്തിട്ടുണ്ട്, അതിൻ്റെ നല്ല വശത്ത് നമുക്ക് കോളർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലൈനിങ്ങും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ ആം ഹോളിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ തുണി എടുക്കാം. അതിൻ്റെ നല്ല വശത്ത് നമുക്ക് ഇതേപോലെ ലൈനിങ് ചേർത്ത് വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഓപ്പണിൻ്റെ ഭാഗത്ത് സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് എൻഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അധികം വന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ആം ഹോളിലും നെക്കിലും നമ്മൾ സ്റ്റിച്ചിൽ തട്ടാണ്ട് ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം. ഇനി സ്റ്റിച്ചിൽ തട്ടാണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ തുണി നമുക്കൊന്ന് തിരിച്ചിടാം. ഇനി നെക്കും നമുക്ക് ആം ഹോളും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ തുണി എടുക്കാം. ഇനി 2 പീസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ചേർത്ത് വെക്കാം. നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉള്ളിൽ വെച്ച തുണിയിൽ തട്ടാണ്ട് അത് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് എൻഡിൽ കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കാണുന്ന പോലെ ഉള്ളിൽ കൂടി അത് നമുക്ക് തിരിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനും കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തുണി തിരിച്ചിട്ടിട്ട് നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ക്രോപ്പ് ടോപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.